ഹണി റോസിനെതിരായ അധിക്ഷേപം മുൻകൂട്ടി തീരുമാനിച്ചുള്ളതല്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പോലീസിന് മൊഴി നൽകി. വിവാദ പരാമർശം ആ വേദിയിൽ മാത്രമായി പറഞ്ഞതാണ്. പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. 4 മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും മൊഴി. കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് സെൻട്രൽ പോലീസ് അറിയിച്ചു. ശരൺ ചേരുന്നുണ്ട്. ശരൺ, എപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത്? പോലീസിനെ സംബന്ധിച്ച്, അതായത് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ആക്ഷൻ ഒരു പൊൻതൂവലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം എന്നത് വേണ്ട എന്ന രീതിയിൽ തന്നെയായിരിക്കും വാദം നടക്കാൻ പോകുന്നത്. പക്ഷേ അതിലുള്ളൊരു സാധ്യത പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇന്ന് എന്തൊക്കെയായിരിക്കും കോടതിയിൽ സംഭവിക്കാൻ പോവുക? വിശദമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലെ അന്വേഷണം എങ്ങനെ നടക്കുന്നു? ബോബി ചെമ്മണ്ണൂർ എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ധന്യ. എന്തായാലും ആ ജാമ്യാപേക്ഷ ശക്തമായി തന്നെ എതിർക്കാനാണ് സെൻട്രൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിയതിൻ്റെ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൂടി വച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ തെളിവുകൾ കൂടി വച്ചുകൊണ്ടുള്ള ശക്തമായ വാദമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് കോടതിയിൽ ഉണ്ടാവുകയും ചെയ്യുക. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും സെൻട്രൽ സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. രാവിലെ 11 മണിയോട് കൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ, അതായത് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിരുന്നതാണ്. പ്രത്യേകിച്ച് രാവിലെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ വൈകിട്ട് 7 മണിയോട് കൂടി സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. എറണാകുളം സെൻട്രൽ ACP ആയ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് തനിക്ക് കുറ്റബോധം ഇല്ല എന്നുള്ളതാണ്. താൻ തെറ്റ് ചെയ്തെന്ന് കരുതുന്നില്ല. ഇത് 4 മാസം മുമ്പുള്ളൊരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ആ പരാമർശം വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം വലിയ റോളുണ്ട്. അത്തരത്തിൽ വളച്ചൊടിച്ച ഒരു കാര്യം കൂടിയാണ്. ഒപ്പം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്ന നിലയിൽ ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കുകയെല്ലാം ചെയ്തു. അതിനപ്പുറം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ വൈകിട്ട് സെൻട്രൽ സ്റ്റേഷനിലോട്ട് എത്തിച്ചപ്പോൾ പ്രതികരണം ആരാഞ്ഞിരുന്നതാണ്. അപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനുശേഷം പോലീസിനോട് ആവർത്തിക്കുകയും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോഴും എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യവും ഇത് തന്നെയാണ്. എന്തായാലും തെളിവുകൾ ഇപ്പോൾ ശേഖരിക്കാൻ മാധ്യമങ്ങൾ പ്രതികരണം എടുക്കുമ്പോഴാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ മൊഴിയിലാണെങ്കിലും ഇനിയിപ്പോൾ കോടതിയിലും ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുക. പക്ഷേ പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ. ഇപ്പം ഹണി റോസ് നൽകിയതും അല്ലാതെയുമായി പോലീസ് ശേഖരിച്ചതുമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ വാദം നിലനിൽക്കില്ലല്ലോ. അതിലും കൂടി ചേർത്ത്, അതായത് ഈ സംഭവത്തിന് മുൻപുള്ള സമാന കേസുകളിലുള്ള സമാന പരാമർശങ്ങളിലുള്ള തെളിവുകൾ കയ്യിലുള്ളപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ ബോബി ചെമ്മണ്ണൂരിനാകുമോ? ബോബി ചെമ്മണ്ണൂർ പ്രധാനമായും പറയുന്നത് താൻ മുൻകൂട്ടി തയ്യാറാക്കി അല്ലെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ അല്ല, അത്തരത്തിൽ അധിക്ഷേപിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയ പരാമർശങ്ങൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ ആ വാദത്തെ കൃത്യമായി തന്നെ പൊളിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉണ്ടാകുന്നത്. ആ വിവാദ പരാമർശം സംബന്ധിച്ചുള്ള വീഡിയോ പോലീസിൻ്റെ കയ്യിലുണ്ട്. നേരത്തെ ഹണി റോസ് തന്നെ പലപ്പോഴായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ അധിക്ഷേപങ്ങളുടെ അല്ലെങ്കിൽ അശ്ലീല പരാമർശങ്ങളുടെ കമൻറ്റുകളുടെയൊക്കെ ആ വീഡിയോകൾ കൈമാറുകയും ചെയ്തിരുന്നു, ആ ലിങ്കുകൾ കൈമാറിയിരുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് തലത്തിലുള്ള അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ ഏത് വിധത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വ്യക്തമാക്കുന്ന ഡീറ്റെയിൽ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടുള്ള ശക്തമായ വാദമായിരിക്കും ഇന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ ഒരു രീതിയിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില വകുപ്പുകൾ കൂടി